Namaste viewers, welcome back to my new video. ഇന്ന് 13th ജൂലൈ ആണ്, ട്യൂസ്ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ സോഫ്റ്റ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ട്രെൻഡുകൾ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് സിഗ്നൽസ് തരുന്നത്. അപ്പോൾ ഈ എല്ലാ സിഗ്നലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കൺഫേം ആണെങ്കിൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. അത് കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. അതെങ്ങനെയാണെന്നുള്ളൊരു എക്സാമ്പിൾ വീഡിയോയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാനോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ചാർട്ടാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ. ഇപ്പം ടൈം നോക്കുകയാണെങ്കിൽ 12 രൂപയുടെ എടുക്കുന്നു. ഇപ്പോൾ സോഫ്റ്റ് രാവിലെ തന്നെ നമുക്കൊരു ബൈ സിഗ്നൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് രാവിലെ ബൈ വന്നത് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ബൈ വന്നത് കൺഫേം ആയിരുന്നു. നമുക്കൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഈ ആരോ വന്നതിന് ശേഷം എൻ്റെ താഴത്തെ ബാർ കണ്ടോ, ആ ബാർ ഇതുപോലെ ഗ്രീൻ ആകണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതി കാണിക്കും. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ ബൈ നമ്മൾ എടുത്താൽ മതി. അതായത് ഇവിടെ ആരോ വന്നെന്ന് കൊണ്ട് കയറി നമ്മൾ ബൈ എടുക്കൽ, ഈ 2 കൺഫർമേഷൻ അവിടെ കാണണം. അപ്പോൾ ആക്ച്വലി ഈ ബൈ വന്നിരിക്കുന്നത് വെച്ചാൽ 1126 വന്നത്. 1126-25 വന്നിട്ട് ഇത് ഹൈ പോയിരിക്കുന്നത് വെച്ചാൽ 1178-50 വരെ 78-50 വരെ കയറിയിട്ടുണ്ട്. നല്ല രീതിയിലൊരു അപ് ട്രെൻഡ്. അതായത് നമുക്ക് ഇവിടുന്ന് ബൈ കിട്ടിയ ശേഷം നല്ല രീതിയിലൊരു അപ് ട്രെൻഡ്, നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു 80-90% നമുക്ക് അതിനകത്ത് ആക്യുറസി റേറ്റ് ഉണ്ട്. ഇപ്പം ഒരു സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. അപ്പം നമ്മൾ കയറിനകത്ത് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ലോസ് ഉണ്ടാകും. കാരണം നമ്മൾ സോഫ്റ്റ് അവിടെ സെല്ലിൻ്റെ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഡൗൺ ട്രെൻഡ് വന്നതുകൊണ്ടാണ് സോഫ്റ്റ് സെൽ സിഗ്നൽ തന്നത്. പക്ഷേ നമ്മൾ ഈ ഇത്തരം സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ഒരു സെല്ല് വന്നിട്ടുള്ളത് കൺഫേം അല്ല. ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ കൺഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷം താഴത്തെ ബാർ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. അതുപോലെ ഈ പ്രൈസ് ബൈ സോൺ മാറിയിട്ട് സെൽ സോൺ വരണം, എന്നാൽ മാത്രമേ അത് കൺഫേം ആകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ സെല്ല് കൺഫേം അല്ല. ഇനി മാർക്കറ്റ് റിവേഴ്സ് അടിച്ച് ബൈ വരുവാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ ബൈ കാണിക്കുമ്പോൾ ഈ കൺഫർമേഷൻ നമ്മുടെ ബൈയുടെ 2 കൺഫർമേഷൻ ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് രണ്ടാമത് ബൈ ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു സോഫ്റ്റിനകത്ത് ഇത്തരം കൺഫർമേഷൻ പാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലോസ്, അതായത് ഫേക്കായുള്ള ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്ത് ലോസ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണണോ, കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.